BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പാലായിൽ ജോസ് കെ മാണി ജയിക്കും. കൊല്ലത്ത് 6-9 സീറ്റ് വരെ നേടും. എറണാകുളത്തും നേട്ടമുണ്ടാക്കുമെന്നും CPIM വിലയിരുത്തൽ. എറണാകുളത്തും പാലായിലും കൊല്ലത്തും കാസർഗോഡും നേട്ടമുണ്ടാക്കുമെന്ന് CPIM വിലയിരുത്തൽ. എറണാകുളത്ത് 6 സീറ്റുകൾ ഉറപ്പ്. സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ തൃപ്പൂണിത്തുറയും പിടിച്ചെടുക്കും. ആലുവയിൽ ശക്തമായ മത്സരം നടത്തുവാനായി സംഘടനാ സംവിധാനം ജില്ലയിൽ കൃത്യമായി പ്രവർത്തിച്ചുവെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറി. കുംഭമേള വിവാഹം ഗൂഢാലോചനയായിരുന്നു. വി ശിവൻകുട്ടിയും A റഹീമും ഗോവിന്ദനും ജയിലിൽ കിടക്കുവാൻ തക്കവണ്ണം കുറ്റം ചെയ്തവർ S സുരേഷ്. കുംഭമേള വിവാഹ വിവാദത്തിൽ പ്രതികരിച്ച BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് എന്തു കിട്ടിയാലും വിഴുങ്ങി മതേതരത്വമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. അതിന് കിട്ടിയ തിരിച്ചടി. 16 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിപ്പിക്കലാണോ ഇവരുടെ പണി? വേറെ പണിയൊന്നുമില്ലേ? ഇതൊരു ഗൂഢാലോചന ആയിരുന്നു. ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം MV ഗോവിന്ദൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, A റഹീം എന്നിവർ ജയിലിൽ കിടക്കാൻ തക്കവണ്ണം കുറ്റം ചെയ്തവർ. 16 വയസ്സുകാരി കുട്ടി മറ്റൊരു നാട്ടിൽ വന്നാൽ കല്യാണം കഴിപ്പിക്കൽ അല്ല ഉത്തരവാദിത്തമെന്ന് ബോധമില്ലേ? 16 വയസ്സുകാരിയെ കല്യാണം കഴിപ്പിക്കുവാൻ ആര് അധികാരം കൊടുത്തുവെന്നും S സുരേഷ് ചോദിച്ചു. 23 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം വിഫലം. മധ്യപ്രദേശിൽ കുഴൽക്കിണറിൽ വീണ 2.5 വയസ്സുകാരൻ മരിച്ചു. മധ്യപ്രദേശിൽ കുഴൽക്കിണറിൽ വീണ 2.5 വയസ്സുകാരൻ മരിച്ചു. 23 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനമാണ് വിഫലമായത്. വ്യാഴാഴ്ച രാത്രിയാണ് ഉജ്ജയിനിയിൽ കുട്ടി 200 അടി താഴ്ചയുള്ള കുഴൽക്കിണറിലേക്ക് കാൽ വഴുതി വീണത്. രാജസ്ഥാൻ സ്വദേശിയായ പ്രവീൺ ദേവസിയുടെ മകൻ ഭാഗീരഥനാണ് താമസ സ്ഥലത്തിന് സമീപം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴൽക്കിണറിൽ വീണത്. ഉടൻ തന്നെ അധികൃതർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ 23 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ ഫലം നിരാശയായിരുന്നു. കുഴൽക്കിണറിൽ വീണ് മണിക്കൂറുകൾക്കകം തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. മുങ്ങി മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർ എന്റെ സഹയാത്രികർ. മിനാബിൽ കൊല്ലപ്പെട്ട 168 കുഞ്ഞുങ്ങൾ. വിമാനത്തിനുള്ളിലെ ചിത്രം പോസ്റ്റ് ചെയ്ത ഇറാൻ സ്പീക്കർ. സ്ഥിരം വെടിനിർത്തലിനായുള്ള ഇറാൻ അമേരിക്ക ചർച്ചയ്ക്ക് ഇസ്ലാമാബാദിലെത്തിയ വിമാനത്തിനുള്ളിലെ ചിത്രം പങ്കുവച്ച് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബഫ്. വിമാനത്തിന്റെ സീറ്റുകളിൽ മിനാബിലെ സ്കൂളുകളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങളും അവരുടെ കത്തിക്കരിഞ്ഞ സ്കൂൾ ബാഗുകളും റോസാപ്പൂക്കളുമാണ്. ഈ വിമാനത്തിൽ എന്റെ സഹയാത്രികർ, മിനാബിലെ 168 കുട്ടികൾ എന്ന അടിക്കുറിപ്പോടെ ആണ് ഗാലിബഫ് എക്സിൽ ചിത്രം പോസ്റ്റ് ചെയ്തത്. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തി കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട. രമേശ് ചെന്നിത്തല. ബിഷപ്പുമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PC ജോർജിനെയും ഷോൺ ജോർജിനെയും വിമർശിച്ച് രമേശ് ചെന്നിത്തല. BJPക്കൊപ്പം നിന്നില്ലെങ്കിൽ സഭാ മേലധ്യക്ഷന്മാരെയും ദീപിക പത്രത്തെയുമൊക്കെ ഭീഷണിപ്പെടുത്തി കളയാം, വരുതിക്ക് കൊണ്ടുവന്ന് കളയാം എന്നുള്ള നിലപാട് കേരളം ഒരിക്കലും അംഗീകരിക്കുവാൻ പോകുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദീപിക കേരളത്തിലെ ആദ്യത്തെ ദിനപത്രമാണ്. അവർ അവരുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എപ്പോഴും നടത്താറുള്ള പത്രമാണ്. പത്രമുത്തശ്ശിയാണ് ദീപിക. അവരെ ആക്ഷേപിക്കുകയും ബിഷപ്പുമാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അത് നിർഭാഗ്യകരമാണ്. BJP വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ എല്ലാവർക്കും അറിയാം. ക്രിസ്മസ് കാലത്ത് കേക്ക് കൊണ്ടു കൊടുക്കുകയും അല്ലാത്ത സമയത്ത് BJPയും സംഘപരിവാറും ചേർന്ന് ക്രൈസ്തവരെ ആക്രമിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവങ്ങളാണ്. ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ BJPക്ക് വേണ്ട, അദ്ദേഹം പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. താറാവ് തൂവലിന് കടുത്ത ക്ഷാമം. ബാഡ്മിന്റൺ കോർട്ടുകളിൽ ഇനി സിന്തറ്റിക് കോക്കുകളും ഉയർന്നു പൊങ്ങും. പക്ഷിപ്പനിയും മറ്റും കാരണം തൂവലുകളുടെ കടുത്ത ക്ഷാമം ഉടലെടുത്തതോടെ ഇവ ഉപയോഗിച്ചുള്ള ഷട്ടിൽ നിർമ്മാണത്തിന് പ്രതിസന്ധി നേരിടുന്നു. ഇത് മറികടക്കുവാൻ ഇനി മുതൽ രാജ്യാന്തര ബാഡ്മിന്റൺ മത്സരങ്ങളിലേക്കായി സിന്തറ്റിക് കോക്കുകൾ നിർമ്മിച്ചെത്തിക്കും. ഗ്രേഡ് 3 ടൂർണമെന്റുകളിലും ജൂനിയർ തലത്തിലെ രാജ്യാന്തര മത്സരങ്ങളിലും സിന്തറ്റിക് തൂവൽ ഉപയോഗിച്ചുള്ള ഷട്ടിൽ കോക്കുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുവാൻ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ അനുമതി നൽകി. പരീക്ഷണം വിജയിച്ചാൽ രാജ്യാന്തര മത്സരവേദികളിലെല്ലാം ഭാവിയിൽ സിന്തറ്റിക് ഷട്ടിൽ കോക്കുകൾ കൂടി ഉപയോഗിക്കും. മതം പറഞ്ഞ് BJP വോട്ട് പിടിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം നിയമസഭയിലുണ്ടാകും. നവ്യ ഹരിദാസ്.
നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് കോഴിക്കോട് മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാകും. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ ത്രികോണ മത്സരമാണ് നടന്നതെന്ന് നവ്യ ഹരിദാസ് വ്യക്തമാക്കി. അതിൽ മേൽക്കൈ നേടുവാൻ എൻഡിഎക്ക് കഴിയും. ഒരു മുന്നണിയുടെയും വോട്ടുകൾ ബിജെപി ചോർത്തില്ല. മതം പറഞ്ഞ് ബിജെപി വോട്ട് പിടിച്ചിട്ടില്ല. എൻഡിഎ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വികസനമാണ്. വ്യാജ പ്രചാരണങ്ങൾ തിരിച്ചറിയുവാനുള്ള പക്വത ബിജെപിക്കുണ്ട്. ഭരണമാറ്റം വരണമെന്ന തീരുമാനത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.